ഗിരിധർ കവരായ്ക്ക് കുണ്ടലിയ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു ഗിരിധർ കവരായ്. അദ്ദേഹത്തിൻ്റെ കുണ്ടലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടൈപ്പ് ഓഫ് പോയട്രി ആണ്. 2 lines ഓഫ് പോയട്രി ഓഫ് ഈക്വൽ ലെങ്ത് വൺ ആഫ്റ്റർ ദ അതർ, അതായത് കപ്ലെറ്റ്സ്, ഈരടികളെന്ന് പറയാം. ദോഹ, കബീർ കെ ദോഹ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഈ ദോഹ പിന്നെ റോല ഇവ കൂടി ചേർന്നതാണ് കുണ്ടലിയ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 lines ദോഹ, പിന്നെ 4 lines റോലയും ആയിരിക്കും. അതേപോലെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ലൈനിൽ ജഗ്മേ ഹോത്ത് ഹസായ്, അത് മൂന്നാമത്തെ ലൈനിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ജഗ്മേ ഹോത്ത് ഹസായ്. നമുക്ക് കവിത വായിച്ചുകൊണ്ട് അർത്ഥം മനസ്സിലാക്കാം, ഓരോരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാം. ഗിരിധർ കവരായ് അവധി ഭാഷയിൽ എഴുതിയ ഈരടികളാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. അവധി എന്ന് പറയുന്നത് ഒരു ഇൻഡോ ആര്യൻ ഭാഷയാണ്. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ ഈരടികൾ രചിച്ചത്. ബിനാ ബിചാരെ ജോ കരേ സോ പാച്ചേ പച്തായ്, കാം ബിഗാരെ ആപ്നോ ജഗ്മേ ഹോത്ത് ഹസായ്. ജഗ്മേ ഹോത്ത് ഹസായ് ചിത്തമേ ചൈൻ ന പാവേ, खान पान सन्मान राग रंग मन ही न भावे. कह गिरिधर कविराय दुख गज डरत न टारे, खटकत है जी माही कियो जो बिना बिचारे. ഇനി നമുക്ക് ഓരോരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കാം. ബിനാ ബിചാരെ ജോ കരേ സോ പാച്ചേ പച്തായ്. ബിനാ ബിചാരെ എന്ന് പറഞ്ഞാൽ ബിനാ സോച്ച് വിചാർ കിയേ. ബിന എന്ന് പറഞ്ഞാൽ കൂടാതെ, വിചാരെ സോച്ച് വിചാർ കിയ അതായത് ചിന്തിക്കാതെ, ആലോചിക്കാതെ, ജോ കർത്ത എന്താണോ ചെയ്യുന്നത്, സോ പാച്ചെ ബാദ് പിന്നീട്, പച്താത്ത ഹെ. ജോ ബിനാ സോച്ച് വിചാർ കിയെ കോയി കാം കർത്ത ഹെ വോ ബാദ് മേ പച്താത്ത ഹെ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനമെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി പിന്നീട് പശ്ചാത്തപിക്കും. കാം ബിഗാരെ ആപ്നോ ജഗ്മേ ഹോത്ത് ഹസായ. കാം ബിഗാരെ എന്ന് പറഞ്ഞാൽ ബിഗാഡിത്താഹെ, അതായത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോകുന്നു, മോശമായി പോകുന്നു, ചെയ്യുന്ന പ്രവൃത്തി അതിന് ഒന്നിനും പറ്റാതെ ആയിപ്പോകുന്നു, തെറ്റിപ്പോകുന്നു. ജഗ്മേ ഹോത്ത് ഹസായ എന്ന് പറഞ്ഞാൽ ലോകോക്കെ ഹസിക്കെ പാത്ര ബൻ ജാതാ ഹെ. ഈ ചെയ്യുന്ന പ്രവൃത്തി തെറ്റിപ്പോകുന്നു. അപ്പന കാം ബിഗാഡ്താ ഹെ, സ്വന്തം ആ പ്രവൃത്തി തെറ്റിക്കുന്നു. ദുനിയാമേ അപ്പനെ ആപ്കോ ഹസിക പാത്ര ബനാ ദേതാ ഹെ. ലോകത്തിൽ തന്നെ ഒരു മറ്റുള്ളവർക്ക് പരിഹാസപാത്രമാക്കി മാറ്റുന്നു. അതായത് എല്ലാവരും പരിഹസിക്കാനായിട്ട് തുടങ്ങുന്നു, ആ വ്യക്തിയെ പരിഹസിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ പച്തായ് എന്ന് പറഞ്ഞാൽ പച്താന, പശ്ചാത്തപിക്കുക. ബിഗാരെ എന്ന് പറഞ്ഞാൽ ബിഗാഡന, അതായത് മോശമായി പോവുക, തെറ്റായി പോവുക എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ ജഗ്മേ ഹോത്ത് ഹസായ് എന്ന് പറഞ്ഞാൽ ജഗ്മേ ലോകത്തിൽ ഹസീക പാത്ര ബൻതാ ഹെ. അപ്പോൾ ഗിരിധർ കബീറായി എന്താണ് പറയുന്നത്? ബിനാ സോച്ച് വിചാർ കിയെ ജോ കോയി കാം കർത്താ ഹെ വഹ് ബാദ് മേ പച്താത്താ ഹെ. अपना काम बिगाड़ता है, दुनिया में अपने आप को हंसी का पात्र बना देता है. ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യം തെറ്റിപ്പോകുന്നു, ലോകത്തിലെ ആളുകളുടെ പരിഹാസത്തിന് പാത്രമാകുന്നു, ആളുകൾ നമ്മെ പരിഹസിക്കുന്നു. ഗിരിധർ കവിരായ് എന്താണ് പറയുന്നത്? നമ്മൾ നന്നായി ആലോചിക്കാതെ, ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തെറ്റാണോ ശരിയാണോ എന്ന് നന്നായിട്ട് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് തെറ്റായി പോയാൽ ആളുകൾ നമ്മെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങും. നമ്മളും പിന്നീട് പശ്ചാത്തപിക്കും, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ജഗ്മേ ഹോത്ത് ഹസായ് ചിത്തമേ ചൈൻ ന പാവേ, ഖാൻ പാൻ സന്മാൻ രാഗ് രംഗ് മനഹിന ഭാവേ. ഇവിടെ കവി ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റായി പോകുമ്പോൾ അതിന് ശേഷമുള്ള സ്ഥിതിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ജഗ്മേ ഹോത്ത് ഹസായ്, അതായത് ആളുകൾ ചിരിക്കുമ്പോൾ, ആളുകൾ കളിയാക്കി ചിരിക്കുമ്പോൾ, ചിത്തമേ ചൈൻ ന പാവേ, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്,
ചേൻ എന്ന് പറഞ്ഞാൽ സമാധാനം. ചേൻ എന്ന പാവേ സമാധാനം ഉണ്ടാകില്ല. ചിത്മേ ചേൻ എന്ന പാവേ മൻകോ ശാന്തി നഹി മിലേഗി. മനസ്സിന് സമാധാനം ഉണ്ടാകില്ല. ആളുകൾ കളിയാക്കി ചിരിക്കുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാകില്ല. ജബ് ലോഗ് ഹസ്തേ ഹേ തോ മൻകോ ശാന്തി നഹി മിലേഗി. ഖാൻ പാൻ സന്മാൻ രാഗ് രംഗ് മനഹി നഭാവെ. ഖാൻ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. പാൻ കുടിക്കുന്നത്. സന്മാൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. പിന്നെ രാഗ് രംഗ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ്സ്. മനഹീന ഭാവെ, ഇതിലൊന്നും മനസ്സ് നിൽക്കില്ല. ഇതൊന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതായത് തിന്നുന്നതും കുടിക്കുന്നതും പിന്നെ ആര് റെസ്പെക്റ്റ് ചെയ്താലും എങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് നല്ലതായിട്ട് തോന്നില്ല, വ്യക്തിക്ക് നല്ലതായിട്ട് തോന്നില്ല. മനസ്സിന് സമാധാനം ലഭിക്കില്ല. ആളുകൾ പരിഹസിക്കുകയാണെങ്കിൽ മനസ്സിന് സമാധാനം ലഭിക്കില്ല. ജബ് കോയി കാര്യ ബിഗഡ് ജാത്താ ഹേ, എന്തെങ്കിലും ഒരു കാര്യം മോശമായി പോകുമ്പോൾ, തെറ്റിപ്പോകുമ്പോൾ ലോഗ് ഹസ്തേ ഹേ, ആളുകൾ ചിരിക്കുന്നു. തോ വ്യക്തിക്ക് മൻകോ ചേൻ നഹി മിൽത്ത, അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിന് സമാധാനം ലഭിക്കില്ല. വ ബാഹർ സെ ചാഹെ സമ്മാൻ പാത്ര स्वादिष्ट भोजन करे या मनोरंजन का साधन हो, लेकिन मन को इनमें कोई सुख नहीं मिलता. അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് പുറത്തു നിന്ന് റെസ്പെക്റ്റ് ലഭിക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട്, കുടിക്കാൻ നല്ല പാനീയങ്ങൾ ലഭിക്കുന്നുണ്ട്, അല്ലെ എൻ്റർടൈൻമെൻറ്റ്സിനുള്ള സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും മനസ്സിന് സമാധാനം ലഭിക്കില്ല. പുറത്തു നിന്ന് ബഹുമാനം അർഹിക്കുന്ന ആളാണെങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടാകില്ല എന്നാണ് ഗിരിധർ കവിരായ് പറയുന്നത്. അടുത്ത വരികളിൽ ഒന്നും ചിന്തിക്കാതെ തീരുമാനമെടുത്താലുള്ള പരിണാമം, അതായത് ലാസ്റ്റിൽ എന്താണ് സംഭവിക്കുക, അതാണ് കവിയുടെ പറഞ്ഞു തരുന്നത്. കഹ ഗിരിധർ കവിരായ് ദുഃഖ കച്ചു ടറത്ത് നട്ടാരെ ഖടകത്ത് ഹേ ജി മാഹി കിയോ ജോ ബിന ബിചാരെ. കഹ ഗിരിധർ കവിരായ്, ഗിരിധർ കവിരായ് കഹത്തെ ഹേ, ഗിരിധർ കവിരായ് പറയുന്നു, ദുഃഖം അല്ലെങ്കിൽ വിഷമം, കച്ചു എന്ന് പറഞ്ഞാൽ കൊച്ച്, ടറത്ത് ന ടാരെ അതായത് ദൂർ നഹി ഹോത്ത, ദുഃഖം ഇല്ലാതെയാകുന്നില്ല, ദൂരെ അകലുന്നില്ല. ഘടകത്ത് ഹെ, ഘടകത്ത് ഹെ എന്ന് പറഞ്ഞാൽ ചുപ്പ്ത്ത ഹെ, മനസ്സിനെ നോവിക്കുന്നു, കുത്തുന്നു, മനസ്സിൽ കുത്തുന്നു, അതായത് മനസ്സിനെ നോവിക്കുന്നു, വേദനിപ്പിക്കുന്നു. ജി മനസ്സ്, മനസ്സിനെ വേദനിപ്പിക്കുന്നു. കിയോജോ ബിനാ ബിചാരെ, ജി മാഹി മനസ്സിനെ വേദനിപ്പിക്കുന്നു. കിയോജോ ബിനാ ബിചാരെ അതായത് ബിനാ സോച്ച് സമജ് കെ ജോ കാര്യ കിയ ഹെ വോ മന്മേ ചുബുത്താ ഹെ, മനസ്സിനെ അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാലുണ്ടാവുന്ന ആ പരിണാമം മനസ്സിനെ അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ജീവിതകാലം മുഴുവനും മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും, അത് വിട്ടുമാറില്ല. दुख कभी दूर नहीं होता और സഫലത ബി അധൂരി രഹ് ജാത്തി ഹെ, ദുഃഖം ദൂരെ അകലുന്നില്ല, ഇല്ലാതെയാകുന്നില്ല, അതുകൂടാതെ നമ്മൾ സഫലമാവുകയും ചെയ്യുന്നില്ല. ഈ 6 വരികളുടെയും അർത്ഥം എന്താണ്? കിസി കാര്യക്കോ കർണേ സെ പെഹലെ വിചാർ അവശ്യ കർണാ ചാഹിയെ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് ചിന്തിച്ച ശേഷമേ ചെയ്യാവൂ. बिना विचार किए काम बिगड़ जाता है और വ്യക്തി ഉപഹാസ് കാ പാത്ര बनता है. നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യം അത് തെറ്റായി പോകുന്നു, ചിലപ്പോഴൊക്കെ തെറ്റായി പോകുന്നു, വ്യക്തി പരിഹാസത്തിന് പാത്രമായി തീരുന്നു. हमें ये शिक्षा ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? हमें ये शिक्षा मिलती है कि जीवन में हर कार्य सोच समझ कर करना चाहिए. നമ്മൾ എന്ത് കാര്യവും ചിന്തിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ. ജൽദ്ബാജി യാ മൂർഖതാ സെ ലിയേ ഗയേ നിർണയ ജീവൻ ഭർ ഘടകത്തെ രഹത്തെ. നമ്മൾ ചിന്തിക്കാതെ, ഒന്നും ആലോചിക്കാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ അത് ജീവിതകാലം മുഴുവൻ ഒരു നോവായി മാറാൻ സാധ്യതയുണ്ട്. അടുത്ത വരികൾ നോക്കാം. बीती ताही बिसारी दे आगे की सुधि ले, जो बनी आवे सहज में ताही में चित दे. ताही में चित देई बात जोई बनी आवे, दुर्जन हसे न कोई चित में खता न पावे. कह गिरिधर कविराय यह करो मन परतीति, आगे को सुग होई समुझे बीती सो बीती. ബീത്തി താഹി ബിസാരി ദേ ആകെ ഗീ സുതി ലേ. ബീത്തി എന്ന് പറഞ്ഞാൽ ബീത്ത ഹുവ സമയം, കഴിഞ്ഞു പോയ കാലം, താഹി ഉസ്കോ കഴിഞ്ഞു പോയ കാലത്തെ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ,
ബിസാരിദേ എന്ന് പറഞ്ഞാൽ ഭൂൽ ജാന ചാഹിയെ, അത് നമ്മൾ മറക്കണം. ആഗേക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ സുധി ലേ, അതായത് അതിൽ നമ്മൾ സുധി എന്ന് പറഞ്ഞാൽ സുധ എന്ന് പറഞ്ഞാൽ ധ്യാൻ, അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. बीता हुआ कल हमें भूल जाना चाहिए और आगे जो होना है उसमें ध्यान देना चाहिए. വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. जो बनी आवे सहज में ताही में चित दे, जो बनी आवे सहज में, जो बनी आवे സഹജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സരളമായ രീതിയിൽ എളുപ്പത്തിൽ ലഭിക്കുന്നത്, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. താഹിമേ ചിത്ത് ദേഹി, താഹിമേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉസീമേ, അതിൽ ചിത്ത് മനസ്സ്, ചിത്ത് ദേഹി, അതിൽ മനസ്സ് കൊടുക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മനസ്സ് കൊടുക്കണം, അതായത് അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എളുപ്പത്തിൽ നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ നമ്മൾ മറക്കണം എന്നാണ് ഗിരിധർ കവിരായി പറയുന്നത്. കവി ഇവിടെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. കവി കഹത്താ ഹൈ കി ബീതി ബാതോം കോ ഭൂൽനാ ചാഹിയെ, അതായത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ മറക്കണം. ആനെ വാലെ സമയ്ക്ക് ചിന്ത കർണി ചാഹിയെ, വരാനിരിക്കുന്ന കാലത്ത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, അതിൽ മനസ്സ് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. जो सहज उपलब्ध हो, जो सरलता से हो सके, हमें वही कार्य करना चाहिए. നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതും നമുക്ക് സിമ്പിളായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? കവി എന്താണ് പറയുന്നത്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മൾ മറക്കണം, എന്നിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതേക്കുറിച്ച് ചിന്തിക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും എപ്പോഴും ലഭിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞു എന്ന് വയ്ക്കുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ഹിന്ദിയിൽ തന്നെ മാർക്ക് കുറഞ്ഞു, പക്ഷേ അതേക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ വരാനിരിക്കുന്ന എക്സാമിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അടുത്ത എക്സാമിന് എങ്ങനെ നല്ല മാർക്ക് വാങ്ങാം, നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാം, അതേക്കുറിച്ച് ചിന്തിക്കണം. അടുത്ത വരികൾ നോക്കാം. ताही में चित देई बात जोई बनी आवे, दुर्जन हंसे न कोई चित में खता न पावे. ताही में उसी में ചിത്ത് ദേയി, മനസ്സ് കൊടുക്കണം. ഉസീമെ, അതിൽ മനസ്സ് കൊടുക്കണം. ഉസീമെ മൻ ലഗാന ചാഹിയെ, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്. ബാത്ത് ജോയി ബനി ആവേ, അങ്ങനെ പറഞ്ഞാൽ ആസാൻ ഓർ സുലഭ് കാര്യമേ മൻ ലഗാന ചാഹിയെ, നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നതും സിമ്പിളായിട്ടുള്ളതുമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. വരാനിരിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം. അങ്ങനെയാണെങ്കിലോ ദുർജൻ ഹസേ ന ഗോയി ചിത്തമേ കഥാ ന പാവേ. ദുർജൻ ഹസേ ന ഗോയി, അതായത് ദുർജനങ്ങൾ, ചീത്ത മനുഷ്യർ ചിരിക്കില്ല, പരിഹസിക്കില്ല. ദുർജൻ ഹസേ ന ഗോയി, ചീത്ത മനുഷ്യർ പരിഹസിക്കില്ല, ദുർജനങ്ങൾ പരിഹസിക്കില്ല. ചിത്തമേ ഖത്താ ന പാവേ, മനസ്സിൽ ഖത്ത, അതായത് മനസ്സിലൊരു വിഷമവും ഉണ്ടാകില്ല, തെറ്റ് ചെയ്തു പോയി എന്ന വിഷമവും ഉണ്ടാകില്ല. അപ്പോൾ താഹിമേ ചിത്ത് ദേയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ എളുപ്പവും സുലഭവുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ നിന്ന് തെറ്റ് സംഭവിക്കില്ല. തോ ഗൽത്തി നഹി ഹോഗി, നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിക്കില്ല. അപ്പോൾ ബുരേ ലോഗ് നഹി ഹസേങ്കി, അങ്ങനെയാണെങ്കിൽ ദുർജൻ ഹസേന കോയി ബുരേ ലോഗ് നഹി ഹസേങ്കെ, ചീത്ത ആളുകൾ ചിരിക്കില്ല, അവർക്ക് ചിരിക്കാനുള്ള അവസരം ലഭിക്കില്ല. ചിത്തമേ ഹത്താന പാവേ എന്ന് പറഞ്ഞാൽ മന്മേ അപരാധ ബോധ് ബി നഹി രഹേഗ. ചിത്തമേ ഖത്താന പാവേ, മനസ്സിൽ ഒരു പശ്ചാത്താപവും തോന്നില്ല, മനസ്സിന് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യവും ഉണ്ടാവില്ല. ഖത്ത എന്ന് പറഞ്ഞാൽ തെറ്റായിപ്പോയി എന്ന ഒരു ചിന്ത വരില്ല. അടുത്ത വരികൾ നോക്കാം. കഹ് ഗിരിധർ കവിരായി യഹേ കരോ മൻ പരതീതി, ആകെ കോ സുഖ ഹോയി സമുജെ ബീതി സോ ബീതി. കഹ് ഗിരിധർ കവിരായി, അപ്പോൾ ഗിരിധർ കവിരായി കഹത്തെ ഹെ, അദ്ദേഹം പറയുന്നു, കവി പറയുന്നു, കരോ മൻ പരതീതി. പരതീതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ്. മനസ്സിനെ വിശ്വസിപ്പിക്കണം. യഹ് കർണ ഹെ മൻ പരതീതി, മനസ്സിനെ വിശ്വസിപ്പിക്കണം. എന്താണ് വിശ്വസിപ്പിക്കേണ്ടത്?
ആകേക്കു സുഖ് ഹോയി. ആകെ മുന്നോട്ട് സുഖമുണ്ടാകും, മുന്നോട്ട് സന്തോഷമുണ്ടാകും. സമുചി ബീത്തി സോ ബീത്തി. സമുചി സമജ്ന ഹെ, നമ്മൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ബീത്തി സോ ബീത്തി, ജോ ബീത്ത് ഗയ വോ ഹോ ഗയ. കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ആകേക്കോ സുഖ് ഹോയി, മുന്നോട്ട് സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും. അതായത് അതീത് കെ ബാത്തോं को भूल कर, കഴിഞ്ഞു പോയ കാര്യങ്ങളെ മറന്നിട്ട് ഭവിഷ്യ की ओर ध्यान देने से ही सुख प्राप्त होगा. നമ്മൾ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ, ഭാവിയിൽ എന്താണ് സംഭവിക്കേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ബീത്ത ഹുവ കൽ വാപ്പസ് നഹി ആത്ത. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടം ഇനി വരില്ല. അത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് വെറുതെയാണ്. ഈ വരികളുടെ അർത്ഥം എന്താണ്? ഗിരിധർ കവിരായി പറയുന്നു, മനസ്സിനെ ഇത് പറഞ്ഞു വിശ്വസിപ്പിക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു. ഭാവിയിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്താലേ സുഖവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞു പോയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് അതും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് വ്യർത്ഥമാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മറന്നാൽ, മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഭാവിയിൽ സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും. कवि से परिचय. 18वीं सदी में जन्मे गिरिधर कविराय को उनकी लोक प्रचलित कुंडलियों के लिए याद किया जाता है. അതായത് 18ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗിരിധർ കവിരായ് അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ ഈരടികളാൽ ഓർമ്മിക്കപ്പെടുന്നു. ഉൻകി രചനാओं में बहुत से ऐसे नीतिपरक पद मिलते हैं जिन्हें अक्सर कहावत के रूप में सुना जाता है. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരുപാട് നീതിപരക് പദ്, അതായത് എത്തിക്കലായിട്ടുള്ള വരികൾ കാണാം. ജിനെ അക്സർ കഹാവത് കെ രൂപമേ സുനാ ജാത്ത ഹെ, അവ പഴഞ്ചൊല്ലുകളായിട്ട് കേൾക്കപ്പെടുന്നു. ജേസാക്കി അഭി ആപ്നെ പഠ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചതുപോലെ, ഇപ്പോൾ നിങ്ങൾ പഠിച്ച വരികൾ പോലെ. ബിനാ വിചാരെ ജോ കരെ സോ പാചെ പച്ചതായ് യാ ബീത്തി താഹി ബിസാരിദേ ആഗേക്ക് സുതി ലേ. ഇതേപോലെയുള്ള വരികൾ പഴഞ്ചൊല്ലുകളായിട്ട് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്നു. उनकी कविताएं जनमानस में इतनी प्रसिद्ध है कि लोग उनका कहावतों की तरह उपयोग करते हैं. അദ്ദേഹത്തിൻ്റെ കവിതകൾ ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മനസ്സിൽ ഇത്രയ്ക്ക് പ്രസിദ്ധമാണ്. കി ലോഗ് ഉൻക കഹാവത്തോं की तरह उपयोग करते हैं, ആളുകൾ അവയെ പഴഞ്ചൊല്ലുകളായിട്ട് ഉപയോഗിക്കുന്നു. उन्होंने अपनी कविताओं में लाठी जैसे वस्तु के उपयोग भी बताए हैं. അദ്ദേഹം തൻ്റെ കവിതകളിൽ ലാറ്റി പോലെയുള്ളത്, സ്റ്റിക്ക് പോലെയുള്ള വസ്തുവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. യഹ് ഭി ബതായാ കി ധൻ അധിക് ഹോ ജായേ തോ ക്യാ കർനാ ചാഹിയേ. ഇതും പറഞ്ഞിട്ടുണ്ട്, ധനം അധികമായാൽ, പണം അധികമായാൽ എന്താണ് ചെയ്യേണ്ടത്. അപ്നി രചനാओं में लोक नीति या घर गृहस्थी के साधारण लोक व्यवहार की बातें सीधे और सरल शब्दों में കെഹനെ കെ ലിയെ ബി വേ ജാനെ ജാത്തെ ഹെ. എൻ്റെ രചനകളിൽ അദ്ദേഹം നീതിപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഗൃഹസ്ഥി, കുടുംബങ്ങളിലെ സാധാരണ ലോക് വ്യവഹാർ, അതായത് വേർഡ്ലി വൈസായിട്ടുള്ള, അതായത് അദ്ദേഹം ഒരു ലൗകിക ജ്ഞാനിയായിരുന്നു. എല്ലാ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു സരൾ ശബ്ദമേ കെഹനെ കെ ലിയെ ബി വേ ജാനെ ജാത്തെ ഹെ. അദ്ദേഹം സിമ്പിളായിട്ടുള്ള വാക്കുകളിലാണ് അതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനാലും അദ്ദേഹം അറിയപ്പെടുന്നു.